നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കനാട് കമ്പിവേലിക്കകം കുമാരനാശാൻ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 4.5 മാസം. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലെത്തിച്ചിട്ടും ഇതുവരെയും ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എന്ന് ജനകീയ സമരസമിതി പറഞ്ഞു. ഈ റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം ഒത്തുചേർന്നു ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു. അമ്മ വീൽ ചെയറിലാണ്. അമ്മ ആ അമ്മനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റുന്നില്ല നമുക്ക്. ഇവിടെ കേവലം 2 സെന്റും 3 സെന്റും താമസിക്കുന്ന അത്തായ പഷ്ണിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അന്നന്ന് അന്നം മേടിക്കുന്നവര് നടന്നു പോകുന്ന വഴിയാണ്. 300ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ആ പൈപ്പ് ലൈൻ ഇടാൻ പോലും ചോദിക്കുമ്പോൾ KMRL പറയണത് അത് വാട്ടർ അതോറിറ്റി ചെയ്യും. വാട്ടർ അതോറിറ്റി ഇപ്പോൾ ചോദിക്കുമ്പോൾ KMRL കറങ്ങി അപ്പുറത്തെ ഗ്രൗണ്ടിൽ വന്നാലേ സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകാനുണ്ട്, കൊച്ചു വീണതേ കൈയും കാലും എല്ലാം പൊട്ടി ഇരിക്കുന്നു. ജനകീയമായി തന്നെ പുനഃസ്ഥാപിക്കുകയാണ്. ഫ്ലാറ്റിന് വഴി കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കണ്ടെന്നുള്ളൊരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇവർ റാമ്പ് ഉണ്ടാക്കിയാൽ അവർക്ക് മെയിനായിട്ട് റോഡ് കിട്ടും. പക്ഷേ ഇത് ഞങ്ങളുടെ ഈ സഞ്ചാരയോഗ്യം തടസ്സപ്പെടുത്തിയിട്ട് മാസങ്ങളായി. ഇത് ജനകീയമായി ഞങ്ങൾ പുനർനിർമ്മിക്കുകയാണ്. 4 മാസമായി നമ്മുടെ ഈ കുമാരനാശാൻ റോഡ് പൊളിച്ചിട്ടിട്ട് നമ്മൾ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. KMRL തന്നെ 4 പ്രാവശ്യം മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്. ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ടും അത് കഴിഞ്ഞ് നമ്മൾ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടറേറ്റ് മീറ്റിംഗ് നടത്തിയപ്പോഴും പറഞ്ഞു സഞ്ചാരയോഗ്യമാക്കാം എന്നുള്ളത്. പക്ഷേ ഇതുവരെ നമുക്കിത് സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. ഇവിടെ കുടിവെള്ള പ്രശ്നം, പല വിധത്തിലുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടുകാർ നമ്മളുടെ ഒപ്പം നിന്നിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുടിവെള്ള പ്രശ്നത്തിന് പോലും ഈ മെട്രോക്കാർ പരിഹാരം കാണാൻ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ ഈ റോഡ് എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഒരു ആപത്ത് വന്നാലോ ഒരു മരണം വന്നാലോ കൊണ്ടുപോകാനായിട്ടുള്ള റോഡാണ് ഇത്. നമ്മുടെ 100-300 കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ വാഴക്കാല ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയൊക്കെ. അപ്പം നമ്മുടെ ഈ ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വഴിയായിട്ട് മാറ്റാനായിട്ട് നമ്മൾ പല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ ഇതായിട്ട് നമ്മൾ ജനകീയമായിട്ട് ഈ റോഡ് നന്നാക്കാനായിട്ട് തീരുമാനമെടുത്ത് ജനങ്ങളെല്ലാം കൂടെ ഒപ്പമുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും ഒപ്പത്തിലൊപ്പം നിന്നുകൊണ്ടും ഈ റോഡ് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കുകയാണ്. നമ്മുടെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടിവെള്ളം, വൈദ്യുതി എല്ലാം മുടങ്ങിയിട്ടും ഈ ജനങ്ങൾ ഇന്നേ വരെ മുന്നോട്ട് ഇറങ്ങിയിട്ടും നമുക്കിതിനൊരു ഫലം കണ്ടിട്ടില്ല. KMRL വരണം, നമുക്ക് അത്യാവശ്യമാണ് KMRL വരുന്നത്. മെട്രോ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. പക്ഷേ അതിനൊപ്പം നമ്മുടെ സഞ്ചാരയോഗ്യമാക്കാനുള്ള ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും അവരുടെ ഒപ്പം തന്നെ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാനും അതിൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ടും ഈ റോഡ് നമുക്ക് എത്രയും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യം ആക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് നമ്മളത് സഞ്ചാരയോഗ്യമാക്കാൻ ഇന്ന് നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് കമ്പിവേലിക്കകം നിവാസികളുടെ അവസ്ഥ. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര നാളായി ഞങ്ങളിതിവിടെ അനുഭവിക്കണമെന്നറിയാം. ഒരു നിവൃത്തിയില്ലായിട്ടാണ് ഇപ്പോൾ ജനകീയമായിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. ഫ്ലാറ്റിൻ്റെ വഴി പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ ഫ്ലാറ്റിന് നിർച്ചാരം ഒരു റാമ്പ് ഉണ്ടാക്കിയേ കയറാവുന്നുള്ളൂ. ഈ കുമാരനാശാൻ റോഡ് മെട്രോ പറയണത് മെട്രോയാണ് നഗരസഭ പറയുന്നത് മെട്രോയാണ് നന്നാക്കേണ്ടത്. മെട്രോ പറയുന്നത് നഗരസഭയാണ് നന്നാക്കേണ്ടത്. വാർഡ് കൗൺസിലർ നടന്ന് മീറ്റിങ്ങിൽ മുഴുവനും കൂടിയിട്ട് ഒരു നിവൃത്തിയില്ല. ഈ കാണാവുന്ന ആൾക്കാരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് 50 മീറ്ററേ ഉള്ളൂ ഈ പറഞ്ഞ മെയിൻ റോഡിലേക്ക് എത്താൻ. ഇതുവരെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനോ പഠിപ്പിക്കാൻ പോകാനോ മാർക്കറ്റിൽ പോകാനോ 1 കിലോമീറ്റർ ചുറ്റളവി കറങ്ങിയിട്ട് പാപ്പാളി റോഡ് വഴിയോ അല്ലെങ്കിൽ EMS റോഡ് വഴിയോ വരണം. ഇത്രയും സഞ്ചാരം 4-5 മാസക്കാലമായി ഈ റോഡ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ജനകീയമായിട്ട് ഇപ്പോൾ ഇവിടെ പൈപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ചെയ്യുകയാണ്. അതിന് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയുണ്ട്. ഇവിടെ വന്ന സ്ത്രീകളെയും കുട്ടികളൊക്കെ അടക്കുന്നുണ്ട്. വാർഡ് കൗൺസിലുണ്ട് ഇവിടെ. ഒരു വാർഡ് കൗൺസിലർ അടക്കം ഇവിടെയുണ്ട്. വാർഡ് കൗൺസിലർ കളക്ടറേറ്റിലും മറ്റേ KMRL ഓഫീസിലും കളക്ടറേറ്റിലും എല്ലാം പോകുന്നുണ്ട്. റോഡെന്ന് വെച്ചാൽ നല്ലൊരു റോഡായിരുന്നു. ആ റോഡ് ഇപ്പോൾ പൊളിച്ചിട്ടതിന് ശേഷം 4-5 മാസമായി. ആ റോഡിനെ പറ്റി ഒരു ഇതുമില്ല. എന്നുവെച്ചാൽ NOC ഇല്ലാത്തൊരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. ആ ഫ്ലാറ്റ് വേസ്റ്റ് ആണെങ്കിൽ ഫുൾ വേസ്റ്റ് നമുക്ക് നടക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മേലേക്ക് വേസ്റ്റ് ഇടൽ മാത്രമല്ല, ഇപ്പം മെയിനായിട്ട് നമുക്ക് ഈ റോഡിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീൽ ചെയറിലാണ്. ആ അമ്മനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റുന്നില്ല നമുക്ക്. മെയിനായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂൾ വണ്ടി വരുന്ന റോഡായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട്. കറങ്ങി അപ്പുറത്തെ ഗ്രൗണ്ടിൽ വന്നാലേ സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകാനുണ്ട്, കൊച്ചു വീണതേ കൈയും കാലും എല്ലാം പൊട്ടി ഇരിക്കുന്നു കുഞ്ഞിൻ്റെ.
എന്നുവെച്ചാൽ ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അത്യാവശ്യം ഹോസ്പിറ്റലിൽ മാത്രം ഒരു മരണം ഉണ്ടായി. നമുക്കിപ്പോൾ തൊട്ടടുത്ത് ഒരു മരണം നടന്നായിരുന്നു. ആ മരണം നടന്നപ്പോൾ അന്ന് ആ മരിച്ച ആ ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് ഒരു ഇതിന് പറ്റിയില്ലായിരുന്നു. കറങ്ങി ഒരു കുഞ്ഞു വഴി ഇടവഴി, ആ ഇടവഴി കൂടിയാണ് ആ ഡെഡ് ബോഡി അന്ന് കൊണ്ടുപോകേണ്ടി വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡ് പൊളിച്ചിട്ടിട്ട് ഇതുവരെ പണിതില്ല. നമ്മൾ ഈ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് എല്ലാ ആളുകളെയും കണ്ട് നമ്മുടെ കളക്ടർ വരെയും കണ്ട് എല്ലാവരെയും നമുക്ക് വേണ്ടി നമ്മുടെ കൗൺസിലർ കളക്ടറെ കാണുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പിടിക്കുക എല്ലാം ഇതും ചെയ്ത് നമുക്ക് ഇന്ന് വരും നാളെ വരും റോഡെന്ന് പറഞ്ഞിട്ട് ഈ 4-5 മാസമായിട്ട് റോഡിന് ഒരു അറിയിപ്പില്ല, ഒന്നും ഇത് ചെയ്യുന്നില്ല. അപ്പം ജനങ്ങൾ കൂടി നമുക്ക് നമ്മുടെ റോഡ് നമുക്ക് പോയേ പറ്റത്തുള്ളൂ, നമുക്ക് നടന്നേ പറ്റത്തുള്ളൂ. ഇത് പൊളിക്കും തോറും ഞങ്ങളുടെ കുടിവെള്ളം മുടങ്ങി കിടക്കണേണ്. പിന്നെ അത് കൂടാണ്ട് ഞങ്ങളുടെ മെമ്പർ ഇതിനു വേണ്ടി കുറേ നാളായി പരിശ്രമിക്കണം. കളക്ട്രേറ്റിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടും ഒരു ഫലവും കണ്ടില്ല. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഇതിനൊരു തീരുമാനം എടുക്കാമെന്ന് ഞങ്ങൾ പണിയാൻ തുടങ്ങണതാണ്. എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല, ഞങ്ങൾ ശക്തമായി നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. മെട്രോക്കാർ കുഴിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ആപ്പിളുകാർ വരും. അവിടെ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ വീണ് കിടക്കണ കാരണം ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലും ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾ തിരിഞ്ഞ് കറങ്ങി വേണം പോകാൻ. ഇതിന് ഇന്ന് നടക്കും നാളെ നടക്കും എന്നും പറഞ്ഞ് ഞങ്ങൾ നിന്നിട്ട് ഇതിനൊരു ഫലവും കണ്ടിട്ടില്ല. അത് കാരണം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ മെമ്പറിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിന് എതിരെ പോരാടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചേക്കാനാണ്. കൂടാണ്ട് കുടിവെള്ളം 3 മാസത്തോളമായി നന്നാക്കും. അതിനു വേണ്ടി പിന്നെ കൗൺസിലർ അതിൻ്റെ പുറകെ നടക്കും, പിന്നെയും മെട്രോക്കാരെ കൊണ്ട് ശരിയാക്കും. എന്നിട്ട് ഇതിനൊരു ഫലമില്ല. അത് കാരണം ഞങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ ലീവ് എടുത്ത് ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നത് തന്നെ തീരുമാനിച്ചേക്കാനാണ്. ഇന്ന് ഞങ്ങൾക്ക് പല പരിപാടികളും ഉണ്ടായിട്ടും ഞങ്ങളെല്ലാം അത് ഒഴിവാക്കിയിട്ട് ഇതിനെതിരെ ഞങ്ങൾ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ പോലീസുകാർ ആര് വന്നാലും നമുക്ക് പ്രശ്നം ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളെല്ലാവരും ഇതൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജാതി മതം ഒന്നുമില്ല, ഞങ്ങളെല്ലാത്തിനും ഒറ്റ ഇതാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വഴി പണ്ടേ ഉള്ളതാണ്, എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള വഴിയാണ്. ഇതിപ്പോൾ ഉണ്ടായ വഴിയല്ല, ഇത് ഞങ്ങൾക്ക് വേണം. ഇത് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ അല്ല. സെയിം അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ നേരിടുന്നത്. ഒരുപാട് നാളായി, ഒരു 3-4 മാസത്തിന് മേലെയായി ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നത്. എല്ലാവർക്കും ഒരേപോലെ, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും ബാധകമാണ് ഈ ഒരു പ്രശ്നം. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം. ഈ റോഡ് ശരിയായി കിട്ടണം. എന്തായാലും ഞങ്ങൾക്ക് ഈ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. വേറെ വഴിയില്ല. ഞാൻ പറയണത് അത് തന്നെ, എത്രയും പെട്ടെന്ന് റോഡിന്റെ പണി തീർത്തു കൊടുക്കും. 5-6 മാസമായി ഇതിൻ്റെ ഒരു ഇതായി. ഈ പാലാരിട്ടം മുതൽ കാക്കനാട് വരെയുള്ള മെട്രോ സ്ഥലമെടുപ്പിൽ ഈ പോക്കറ്റ് റോഡിൽ അതിക്രമിച്ച് കയറി അവർ കയ്യേറി 30 മീറ്ററോളം അകത്തേക്ക് ചെയ്തേക്കണം ഈ ഒരു റോഡ് മാത്രമാണ്. എന്താണ് അതിൻ്റെ ഹിഡൻ അജണ്ട എന്ന് മനസ്സിലാവുന്നില്ല. നിരന്തരമായിട്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി റോഡ് നന്നാക്കാൻ പറയുമ്പോഴും ഇവർ ഹാപ്പിൾ ഹൈറ്റ്സുമായിട്ട് കൂടി അവർ തമ്മിൽ സംസാരം മാത്രമേ ഉള്ളൂ, ജനകീയമായിട്ട് ഇടപെട്ട സംസാരമൊന്നുമില്ല. ഇത്തരത്തിൽ ഈ പോക്കറ്റ് റോഡിൽ അതിക്രമിച്ച് കയറിയിട്ട് ഈ രീതിയിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുള്ളത് സത്യമാണ്. കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് എല്ലാ റോഡും പണിതു, എല്ലാ റോഡും ക്ലിയർ ആയിട്ട് പോക്കറ്റ് റോഡ് പണിതു. പക്ഷേ ഇത് മാത്രം മനഃപൂർവ്വം വൈകിച്ച് 4 മാസത്തോളമായി. ഈ 4 മാസമായി ജനങ്ങൾ അത് അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് ജനകീയമായൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ റോഡ് നന്നാക്കുന്നത്. ഇവിടെ ഒരു ജനകീയമായ കൂട്ടായ്മ കൂടെയാണ് ഇവിടെ ചെയ്യണത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഇപ്പോൾ KMRലും അതുപോലെ തന്നെ ഇത് ഉദ്യോഗസ്ഥന്മാരെ കാണുന്നത്. ഇവിടെ ഈ റോഡ് കഴിഞ്ഞ 2-3 മാസം മുമ്പ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിച്ച് 300-300ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ആ പൈപ്പ് ലൈൻ ഇടാൻ പോലും ചോദിക്കുമ്പോൾ KMRൽ പറയണത് അത് വാട്ടർ അതോറിറ്റി ചെയ്യും. വാട്ടർ അതോറിറ്റി ഇപ്പോൾ ചോദിക്കുമ്പോൾ KMRൽ അങ്ങനെ ബുദ്ധിമുട്ടി സാധാരണക്കാർ ജീവിക്കണം. ഒരു വാട്ടർ ടാങ്ക് വരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, ചെറിയ പോക്കറ്റ് റോഡാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് കൗൺസിലർ ഇവിടെ നാട്ടുകാരെ കൂടെ കൂടി പൈപ്പ് ഇടേണ്ടി വന്നു. തനിയെ പൈപ്പ് ഇടുന്ന ഇടേണ്ടി വന്ന് വാട്ടർ കണക്ഷൻ കൊടുക്കേണ്ടി വന്നു. അത് ഇലക്ട്രിസിറ്റി പോസ്റ്റ് നിങ്ങൾക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലും റെഡിയാക്കിയിട്ടില്ല, അപകടം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഈ റോഡിൽ നേരത്തെയുള്ള വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറി കയറുന്നതായിരുന്നു. പക്ഷേ അതിന് ഈ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ചില്ലുകളം വരെ ഉണ്ടായിരുന്നു. അവിടെ കല്ല് വരുന്നതും ഇതെല്ലാം ഈ റോഡിലൂടെ ആയിരുന്നു. അന്ന് ഇത് ആപ്പിൾ പ്ലാന്റിൻ്റെ സ്ഥലത്തിൻ്റെ അവിടെ മതിൽ കെട്ടി അവരത് കുറച്ച് പിന്നെ നിസാൻ കയറാവുന്ന രീതിയിലാക്കി വഴിയാക്കി. ഇപ്പോൾ അവർ അനധികൃതമായി ഈ റോഡിനെ അവരുടെ സഞ്ചാരയോഗ്യമാക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ
ജനകീയമായി ഈ റോഡ് ക്ലിയർ ആക്കുവാനും ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുവാനും ആയി ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ ഒരു അനിൽകുമാർ കമ്പനിക്കും പ്രദേശത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ജനകീയമായിട്ടുള്ള ഒരു സമര പരിപാടിയിലോട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ റോഡ് എങ്ങനെയായിരുന്നുവോ അതേപോലെ തന്നെ ആക്കിയാൽ മതി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതിപ്പോൾ മെട്രോക്കാർ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പണിയുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനകീയമായ ഒരു സമരത്തിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ജനകീയ സമരത്തിലൂടെ ഞങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് സമരങ്ങൾ നടത്തി ഇവിടെ ഇതൊക്കെ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ നേടിയെടുക്കും. കാരണം ഞങ്ങൾക്ക് ആരോട് ഫ്ലാറ്റുകാരോടോ മെട്രോക്കാരോടോ ആരോട് ഒരു വൈരാഗ്യമോ ഒരു വിദ്വേഷമോ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു നില വേണം. അതുമല്ല, ഇപ്പോൾ ഇത് 4 മാസത്തോളമായി വെള്ളമില്ല, കുടിവെള്ളമില്ല, വഴിയില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ ആകെ താറുമാറായി കിടക്കുകയാണ്. ഇതിന് പരിഹാരം കാണണ്ടേ? ഇതിനിപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജനകീയമായ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ റോഡ് പണിയാൻ ഉദ്ദേശിക്കുകയാണ്. ആപ്പിൾ ഫ്ലാറ്റിന് ഈ കാണുന്ന റാമ്പ് അവർ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ റാമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെട്രോയ്ക്ക് ഇവിടെ നിന്ന് മുകളിലേക്കുള്ള റോഡ് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർ ഇവിടുന്ന് 30ഓളം മീറ്റർ മുകളിലേക്ക് റോഡ് കട്ട് ചെയ്തത് ഈ ഫ്ലാറ്റുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇവരുടെ റാമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സുഗമമായിട്ട് വണ്ടി കയറാവുന്ന സൗകര്യം ഉണ്ടാക്കാം. പക്ഷെ അവർ ചെയ്യാത്തത് അവർക്ക് ജനറേറ്റർ വെക്കാനും സെക്യൂരിറ്റി ക്യാബിൻ വെക്കാനും സെക്യൂരിറ്റിയുടെ റൂമും താഴെയുണ്ട്. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ റോഡ് ഇവിടുന്ന് ഹൈറ്റ് കൂട്ടി പണിതിട്ട് അവരുടെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള വൃദ്ധരായ ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ റോഡ് ഭയങ്കര പൊക്കത്തിലായി. അങ്ങനെ നടക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോഴാണ് ആ റോഡ് വീണ്ടും ക്യാമറകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ റോഡ് പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയേഴ്സും കാര്യങ്ങളെല്ലാം വന്ന് കണ്ട് അങ്ങനെയാണ് ഈ റോഡ് താഴ്ത്തിയത്. ഇത് വീണ്ടും അവർ ഇത് പൊട്ടിച്ച് അവരുടെ മുകളിലേക്ക് കയറാനുള്ള സൗകര്യത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ കയറി പോകാനോ പറ്റാത്ത രീതിയിലുള്ള റോഡായി മാറും അത്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ടിട്ടാണ് ജനകീയമായ രീതിയിൽ ഇതൊരു സമരപരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് വളരെ കുറവാണ്. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിഷയങ്ങളും കാര്യങ്ങളും മയക്കമരുന്നും ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ റോഡിലേക്ക് വേസ്റ്റ് എറിയുക, കുപ്പികൾ എറിയുക, പല ആളുകളുടെയും ദേഹത്ത് വെള്ളം ഒഴിക്കുന്ന സാഹചര്യങ്ങൾ വരെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് റോഡിലേക്ക് ഒഴിക്കുന്ന വെള്ളം ആളുകളുടെ ദേഹത്ത് വീഴുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഒന്നുകിൽ ഫ്ലാറ്റുകാർ നമ്മളോട് സഹകരിച്ച് നമ്മൾക്ക് ഒരിക്കലും അവരുടെ വഴി തടസ്സപ്പെടുത്തണം നമ്മൾക്ക് ആഗ്രഹമില്ല. കാരണം നമ്മൾ നടക്കുന്ന പോലെ അവർക്കും അവകാശപ്പെട്ടതാണ് പൊതുവഴി. പക്ഷേ ആ പൊതുവഴി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഹൈറ്റ് കൂട്ടി പണിത് മറ്റുള്ള ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നിലയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നത്. കഴിഞ്ഞ 4 മാസത്തോളമായി ഈ തൃക്കാക്കര നഗരസഭയിലെ 23ാം ഡിവിഷനിലുള്ള ഈ പ്രദേശത്തുകൂടിയുള്ള റോഡ് ചില സ്വകാര്യ വ്യക്തികൾക്കായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അധികാരികളുടെ സമ്മർദ്ദം മൂലം സഞ്ചാരപ്രദമായിരുന്ന ഈ റോഡ് കുത്തിപ്പൊളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനകത്തൊന്നും ഒരു നീതിപൂർവമായ നിലപാടല്ല സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അന്ന് മുതൽ ഈ സമരമുഖത്ത് വാർഡ് കൗൺസിലറും പ്രദേശവാസികളും ഒറ്റക്കെട്ടായി തന്നെ എതിർത്ത് നിന്നത്. എന്നിട്ടും ചില ശക്തികൾ വാർഡ് കൗൺസിലർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ പോലും നടത്തുകയും വാർഡ് കൗൺസിലറെയും ഈ പ്രദേശത്തുള്ള ജനങ്ങളെയും മോശമാകുന്ന രീതിയിൽ മറ്റ് പൊതുമേഖലകളിലും ജനങ്ങളുടെ അടുത്തും ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഈ റോഡ് നിലവിൽ വന്നിട്ട് ഏകദേശം 10-26 വർഷത്തോളമായി. ഈ 26 വർഷത്തോളമായി ഈ ഫ്ലാറ്റ് നിർമ്മിച്ചപ്പോൾ അന്നൊന്നും ഇതുവഴി ആക്സസ് ആർക്കും വേണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേവലം 2 സെൻറ്റും 3 സെൻറ്റും താമസിക്കുന്ന അത്തായ പഷ്ണിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അന്നന്ന് അന്നം മേടിക്കുന്നവർ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ അന്ന് അതൊരു മറയായിട്ടായിരുന്നു അന്ന് അവർ മേടിച്ചത്. പിന്നീടാണ് ഇപ്പോൾ നഗരം ഒന്നുകൂടി സൗന്ദര്യവൽക്കരിച്ചപ്പോൾ അതിനകത്തുകൂടി സഞ്ചരിക്കണമെന്നുള്ള ആവശ്യം അവർക്ക് വന്നു. അപ്പോൾ അന്ന് കാണണ്ട എന്ന് പറഞ്ഞ സന്ദർഭം അവരത് പൊളിച്ചു മാറ്റുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോഴും ഈ പ്രദേശത്തുള്ളവരുടെ ആവശ്യം ഒന്നേ ഉണ്ടായുള്ളൂ, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ
ഇല്ലാതാക്കുന്ന രീതിയിൽ ആരിടപെട്ടാലും അതിനെതിരെ പ്രതികരിക്കുമെന്ന്. ഇന്നിപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനകീയമായി വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനെ ഈ ജനങ്ങളുടെ ശക്തിയോടും നിയമപരമായിട്ട് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട്, വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിന് വിജയം വരെ പോരാടും എന്ന് ആണ് ഇവിടെയുള്ള പ്രവർത്തകരും വാർഡ് കൗൺസിലറും പറഞ്ഞത്. എന്തായാലും ഇതിന് എല്ലാവിധ പിന്തുണ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു.